నో మలయాళం బ్రో, తెలుగు తెలుగు സൂപ്പർ ഉണ്ട്, బాగుంది. സ്റ്റാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, എൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അനിമലിൻ്റെ ഒരു തമിഴ് ടച്ച്, തെലുങ്ക് ടച്ചിൽ തെലുങ്കിൻ്റെ ഒരു സ്റ്റോറി അല്ല. രണ്ട് ബീജിയം നമ്മൾ മലയാളത്തിൽ കേട്ട രണ്ട് ബീജിയം ഉണ്ട്, അയ്യപ്പനും കോശിയും അതിലുള്ളൊരു ബീജിയമും പിന്നെ കൽക്കി, ടോവിനോയുടെ കൽക്കി, ആ ബീജിയമൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല രസം. ടിപ്പിക്കൽ തെലുഗു മസാല ആക്ഷൻ ഫ്ലിക്കിൽ എങ്ങനെ എന്തൊക്കെ പ്രതീക്ഷിക്കാം അത് മാത്രം ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ നാനി, നമ്മുടെ എസ്.ജെ. സൂര്യ, പ്രിയങ്ക മോഹൻ തുടങ്ങിയ നീണ്ട താരനില ഒന്നിക്കുന്ന തെലുങ്ക് ചിത്രം സൂര്യ സാറ്റർഡേ ഇന്ന് തമിഴ്, മലയാളം എല്ലാ വേഷനിലും വന്നിരിക്കണം. അപ്പോൾ സിനിമ കണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. ഇല്ല, ഒരു നമ്മൾ അനിമലിൻ്റെ ഒരു തമിഴ് ടച്ച്, തെലുങ്ക് ടച്ചിൽ തെലുങ്കിൻ്റെ ഒരു സ്റ്റോറി അല്ലാതെ, പക്ഷെ കൊള്ളാം, പക്ഷെ നല്ല രസമുണ്ട്. ഞാനിങ്ങനെ സ്ഥിരം പടത്തിൽ നിന്ന് ഒരു മാറ്റി ചിന്തിച്ചിരുന്നല്ലേ? നല്ല ആക്ഷൻ പടം. ഞാൻ ഒരുപാട് മൾട്ടിലിംഗിൽ കണ്ട് ശീലിച്ചൊരു പ്ലോട്ട് ആയതുകൊണ്ട് എനിക്ക് വലിയ പുതുമ തോന്നുന്നില്ല, പക്ഷേ നല്ലൊരു എൻ്റർടൈനറാണ്. സൂപ്പർ, ആസ് യൂഷ്വൽ സൂപ്പർ ആയിട്ടുണ്ട്. Jax Bizoy's music is very good. S.J. Surya, Nani acting. Yeah, very good. Acting is very good. The background score is excellent. Should watch, must watch movie. Very good movie. Nani, S.J. Surya combination. Super. S.J. Surya as villain is very good. The fight scenes, action scenes are very nice. രസമായിരുന്നു, നൈസായിരുന്നു. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു ഡീസൻ്റ് ഒക്കെ ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കുറേ കൂടി രസമായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിൽ ഈ S.J. Surya, നാനി ആയിട്ടുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വിവേകയാത്ര നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ സിനിമയെ കണ്ട സാധനമൊക്കെ തന്നെയാണ്, ഒരു ടിപ്പിക്കൽ തെലുങ്ക്. ഞാൻ തെലുങ്ക് വെർഷനാണ് കണ്ടത്. അപ്പം നമ്മൾ മനസ്സിൽ ഇത് തെലുങ്ക് സിനിമയാണ് എന്നു ആ ഒരു രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യണം. കാരണം നാനിയുടെ ഒരു മാസ് പരിവേഷമൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നാനി കൊള്ളാം, S.J. Surya കൊള്ളാം, പിന്നെ അച്ഛനായിട്ട് അഭിനയിച്ച സായ് കുമാർ തെലുങ്ക് നടൻ, പുള്ളി കൊള്ളാം, അഭിരാമിയുണ്ട്, കുറച്ച് വേഷമേ ഉള്ളൂ, എല്ലാവരും കൊള്ളാം. മൊത്തത്തിൽ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ദേഷ്യം, ഭയം, പിന്നെ എന്താ പറയുക, ഫിയർ, അങ്ങനെ കുറേ ഇമോഷൻസിനൊക്കെ സിനിമ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ജെയ്ക്സ് ബിജോയ് എടുത്തു പറയണം. ജെയ്ക്സ് ബിജോയ് രണ്ട് ബീജിയം, നമ്മൾ മലയാളത്തിൽ കേട്ട രണ്ട് ബീജിയമുണ്ട്, അയ്യപ്പനും കോശിയും അതിലുള്ളൊരു ബീജിയമും പിന്നെ കൽക്കി, ടോവിനോയുടെ കൽക്കി, ആ ബീജിയമൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സിനിമയെ കണ്ട കഥ നാനിക്ക് സൂട്ടബിളായിട്ട് ഡയറക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റാറാണ് അവിടുത്തെ നാനി. ഇതിനു മുമ്പ് വന്ന പടമൊക്കെ ഫീൽ ഗുഡൊക്കെയാണ്, മറ്റേ ഹായ് നാന അതൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ കൂടെ ആക്ഷനുണ്ട്. ദസറയ്ക്ക് ശേഷം കുറച്ചും കൂടെ ആക്ഷനുള്ള ഒരു പടമാണ്. ഞാൻ രസിച്ച് തന്നെ കണ്ടത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് പ്ലോട്ടിലൊന്നും ഭയങ്കര പുതുമയൊന്നും ഇല്ലെങ്കിലും സിനിമ നമ്മളെ ഒരു മുഷിപ്പിക്കാതെ പിടിച്ചിരുത്തണം. അങ്ങനെ തന്നെ മുഷിപ്പിക്കാതെ പിടിച്ചിരുത്തിയ ഒരു സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതായത് അല്ല, ഇതും അങ്ങനെ തന്നെയാണ്. അതായത് ഇതും ടൈലർ മെയ്ഡ് റോളാണ്. അതായത് ഒരു സൈക്കോ പോലീസുകാരൻ, കുറച്ച് ഒരു രാക്ഷസ കഥ രൂപീകരണമാണ്. പക്ഷെ പുള്ളി അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് എന്താ പറയുക, ട്രിം ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ കൊള്ളാം, നൈസ് പടം, നല്ല പടം. 3 മണിക്കൂറൊക്കെ എങ്ങനെ ലാഗൊന്നുമില്ല. അത്യാവശ്യം ആക്ഷൻ സീൻസൊക്കെ ഉള്ളത് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. കൊള്ളാം, നല്ല പടം. ഇത് മലയാളത്തിലും തമിഴിലും വരുന്നുണ്ട് ഇതിൻ്റെ ഡബ്ഡ് വേർഷൻ. അത് സൂര്യ സാറ്റർഡേ എന്നാണ്. പക്ഷേ അതിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച നാനിയുടെ പേരാണ് സൂര്യ, അതായത് സിനിമയിലെ കഥാപാത്രം. ചിലപ്പോൾ അത് S.J. Surya ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുണ്ട്. പിന്നെ ഇതൊരു ടിപ്പിക്കൽ തെലുഗു മസാല ആക്ഷൻ ഫ്ലിക്കിൽ എങ്ങനെ എന്തൊക്കെ പ്രതീക്ഷിക്കാം അത് മാത്രം ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇത് പാരലൽ വേൾഡിലാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ പാരലൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു റിയാലിറ്റി വരും. ഇത് റിയാലിറ്റിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ, CCTV ഇല്ലാത്തൊരു സ്ഥലം, ഒരു നഗരം, പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉണ്ട്. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാൾ അവതരിപ്പിച്ച S.J. Suryയുടെ കഥാപാത്രം, പുള്ളി ഹിംസെൽഫ് CI. പക്ഷേ പോലീസിൻ്റെ റോൾ എന്താണെന്ന് ഈ സിനിമയ്ക്കകത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മുടെ നായകനായ നാനി അവതരിപ്പിച്ച കഥാപാത്രം, അദ്ദേഹം കലിപ്പനാണ്. വെറും കലിപ്പൻ എന്ന് പറഞ്ഞാൽ പോരാ, അൾട്രാ പ്രോ മാക്സ് കലിപ്പനാണ്. എന്നെ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്ക്സ് ബിജോയ് ആണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി സംഭവമുണ്ട്. ആ സംഭവം എന്തായാലും ഈ സിനിമയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് S.J. Suryക്ക് കൊടുത്തിരിക്കുന്ന ഒരു BGM, അത് നല്ലൊരു കിടിലൻ BGM. അത് പല ഇതും എലവേറ്റ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ BGM മ്യൂസിക്കും ചെയ്യുന്നുണ്ട്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, എൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് കൊള്ളാം, വില്ലനായിട്ടുണ്ട്, കൊള്ളാം.